ADGP MR അജിത്കുമാറിന് തിരിച്ചടി. വെറും തിരിച്ചടിയല്ല, കനത്ത തിരിച്ചടി തന്നെയാണ്. MR അജിത്കുമാറിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ്. പൂരം കലക്കലിന് നേതൃത്വം കൊടുത്തത് MR അജിത്കുമാറാണ് എന്നാണ് PV അൻവർ ആരോപണം ഉന്നയിച്ചത്. PV അൻവറിന്റെ ആരോപണം പിന്നീട് CPI ഏറ്റെടുക്കുകയും ചെയ്തു. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI. സ്വാഭാവികമായും MR അജിത്കുമാറിന്റെ ഇടപെടലിൽ സംശയങ്ങളുണ്ട്. അതിന് കാരണവുമുണ്ട്. ഒരാഴ്ചക്കകം പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഒരാഴ്ച പോകട്ടെ, കാരണം ഇലക്ഷൻ സമയമാണ്. ആ സമയത്ത് ചിലപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പോലീസിന് മറ്റു പല ഉത്തരവാദിത്തങ്ങളുമുണ്ട് എന്ന് കരുതാം. എന്നാൽ ഒരു മാസം കഴിഞ്ഞാലെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കാമായിരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചില്ല. 5 മാസം വരെ നീണ്ടുനിന്നു റിപ്പോർട്ട് സമർപ്പിക്കാൻ. അവസാനം മുഖ്യമന്ത്രിക്ക് വീണ്ടും ഇടപെടേണ്ടി വന്നു. അന്ത്യശാസനം നൽകേണ്ടി വന്നു. സെപ്റ്റംബർ 24 എന്ന തീയതി ഉണ്ടെങ്കിൽ റിപ്പോർട്ട് എൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം എന്ന്. പിന്നീട് ഒരു തരത്തിൽ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടായിരിക്കും സമർപ്പിച്ചിട്ടുണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാം. അന്വേഷണം മൂലയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു ADGP. മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്നാണ് വീണ്ടും അത് പൊടിതട്ടിയെടുക്കുന്നത്. അങ്ങനെ പൊടിതട്ടിയെടുത്ത് തട്ടിക്കൂട്ടി സമർപ്പിച്ച റിപ്പോർട്ടാണ് എന്ന് അത് വായിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ആർക്ക്? DGPക്ക്, അതിനുശേഷം ആഭ്യന്തര സെക്രട്ടറിക്ക്. DGP ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു കുറിപ്പ് സഹിതമാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറുന്നത്. എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിൽ തൃപ്തിയില്ല, പുനരന്വേഷണം വേണം, വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് DGP കുറിപ്പ് എഴുതുന്നത്. അതാണ് പരിശോധിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറി. ആഭ്യന്തര സെക്രട്ടറിയും പരിശോധിച്ചപ്പോൾ DGP പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലായി. അതോടുകൂടി റിപ്പോർട്ട് പൂർണ്ണമായും തള്ളാൻ തീരുമാനിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. മുഖ്യമന്ത്രി DGPയുടെയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെയും തീരുമാനത്തോട് യോജിക്കുകയും റിപ്പോർട്ട് തള്ളിക്കളയുകയും ചെയ്തു. അതിനുശേഷം പുനരന്വേഷണം വേണമെന്ന് തീരുമാനിച്ചു. പുനരന്വേഷണം നടത്താൻ DGPക്ക് നിർദ്ദേശം നൽകി. DGP തലത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അത് ഏത് രൂപത്തിൽ വേണമെന്നതിനെ കുറിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും DGPയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയെ തുടർന്നാണ് റിപ്പോർട്ട് തള്ളാൻ തീരുമാനിച്ചത്. റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് പുതിയൊരു അന്വേഷണം വരും. അന്വേഷണത്തിന് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്ത വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഏത് തലത്തിലുള്ള അന്വേഷണം വേണം? DGP തലത്തിലുള്ള അന്വേഷണം വേണോ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കണോ? അതല്ല ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണോ? അതല്ല ജുഡീഷ്യൽ അന്വേഷണം വേണോ? ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അതിൽ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സർക്കാരിനും അതായിരിക്കും നല്ലത്. സംഭവം നീട്ടിക്കൊണ്ടുപോകാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജുഡീഷ്യൽ അന്വേഷണം എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. പ്രതിപക്ഷമാണ് പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം എന്ന്, ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ മേൽക്കൈ LDFന് മുകളിൽ LDFന് ഉണ്ടാകും, സർക്കാരിന് ഉണ്ടാകും. അതല്ല പോലീസ് അന്വേഷണമാണെങ്കിൽ എപ്പോഴും ആരോപണം കേട്ടുകൊണ്ടിരിക്കണം. കാരണം ADGPയെ സ്ഥലത്തു നിന്ന് മാറ്റിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ADGP ലോ ആൻഡ് ഓർഡറായി തുടരുകയാണ്. അവിടെ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ എന്താകും സ്ഥിതി എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരും. DGPയാണ് അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ തന്നെ ഇടപെടാനുള്ള ശേഷി ഒരു പരിധിവരെ ഉണ്ട് MR അജിത്കുമാറിന് എന്ന കാര്യം സംശയമേ ഇല്ല. അത് അന്വേഷണം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന സംശയം ഉയരും. മറ്റൊന്ന്, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് അന്വേഷണം നടക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ, പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരുമ്പോൾ അതേ വകുപ്പിലെ ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാൽ വീണ്ടും സംശയത്തിന് ഇടവരാം. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം വരാം. ADGPയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് വരാം. അങ്ങനെ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് ഏറ്റവും നല്ല അന്വേഷണം എന്നത് ജുഡീഷ്യൽ അന്വേഷണമായിരിക്കും. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുക എന്നതായിരിക്കും നല്ലത്. പ്രതിപക്ഷം നേരത്തെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ BJP ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നതുകൂടി കണക്കിലെടുക്കണം. അന്വേഷണമേ വേണ്ട എന്ന നിലപാടാണോ BJPക്കുള്ളത് എന്നതാണ് മറ്റൊരു കാര്യം. അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ട് BJP മൗനം പാലിക്കുന്നത് എന്നത് വലിയ ചോദ്യം തന്നെയാണ്. BJPക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന സംശയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. BJPക്കും RSSനും സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച PR ഏജൻസിക്കും ബന്ധമുണ്ട് എന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് പൂരം കലക്കിയതിൽ.
നാം ആലോചിച്ച് നോക്കണം. ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം സമരം നടത്തുന്ന ഹിന്ദു ഐക്യവേദി പോലെയുള്ള BJP പോലെയുള്ള RSSനെ പോലെയുള്ള സംഘടനകൾ തന്നെ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് വെച്ചാൽ ഇവരുടെ രാഷ്ട്രീയം, ഇവർക്ക് ഇത്തരം ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് സംസ്കാരത്തോടൊക്കെ എന്താണ് ഇവരുടെ നിലപാട് എന്ന് ഇതോടുകൂടി മനസ്സിലാക്കാമല്ലോ. എന്തിനേയും ഉപയോഗിക്കുക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്ന നിലയിലേക്ക് BJPയുടെ RSSന്റെ സംഘപരിവാറിന്റെ വികൃതമായ മുഖം ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം പങ്കാളിത്തം വ്യക്തമാകുകയും ചെയ്യും. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നതിനേക്കാളും പോലീസ് ടീം അന്വേഷിക്കുന്നതിനേക്കാളും നല്ലത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണമാണ് എന്നതാണ് പൊതുവെ ഉയർന്നു വരുന്ന അഭിപ്രായം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ADGPയുടെ റിപ്പോർട്ട് തള്ളി എന്നതാണ്. ADGPയെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും ADGPയുടെ എല്ലാ നടപടികളെയും സർക്കാർ പിന്തുണയ്ക്കുന്നില്ല എന്നതിന് തെളിവ് കൂടിയാണ് ADGPയുടെ റിപ്പോർട്ട് തള്ളിയത്. ആ ADGPയുടെ റിപ്പോർട്ട് തള്ളി പുനരന്വേഷണം നടത്തണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ADGPയെ തള്ളിയതുപോലെ തന്നെയാണ്. ADGPയെ തള്ളിപ്പറയുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും. അത് കടുത്ത നടപടി തന്നെയായിരിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഓരോന്നായി കളക്ട് ചെയ്യുകയാണ്, ശേഖരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. തെളിവുകൾ കൃത്യമായി വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നടപടി ഉണ്ടാകും. ആരോപണത്തിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു സർക്കാർ. ആരോപണം തെളിയിക്കപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് തന്നെ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനുള്ള തെളിവുകൾ ഇതിനകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു സർക്കാരും ആഭ്യന്തര വകുപ്പും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നടപടി ഏറെ വൈകില്ല. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപടി ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. Thank you.